അപ്പം ഇവിടെയാണ് ഈ വേദാന്തം എന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ പോയി വേദാന്തം പറഞ്ഞു പോകുന്ന പലതിലൊന്നാണ് ഇപ്പോൾ ജീവൻ, അതായത് ഒരു റൂഹ്, അത് തന്നെയാണ് പടച്ചോൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് പടച്ചോൻ എന്ന് പറയാം. അനല്ലാ എന്നതിനെ അതിലേക്ക് താരതമ്യം ചെയ്യാൻ, അനല്ലാ അങ്ങനെ വന്നതല്ല എന്ന് ഞാൻ പറയാം. അനല്ലാ അങ്ങനെ വന്നതല്ല. അനല്ലാ ചില മഹാന്മാരായ, പ്രത്യേകിച്ച് ചിലപ്പോൾ മജ്ദൂബുകൾ കൂടിയായിട്ടുള്ള ചില മഹാന്മാരായ ഔലിയാക്കൾ, അവരുടെ ഒരു വല്ലാത്ത ആനന്ദത്തിൻ്റെയും അവരുടെ ഒരു ഫനാഇൻ്റെയും സമയത്ത് ചിലപ്പോൾ ചില മഹാന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഹിക്കായത്തുകളാണ് എന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ, ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, പച്ച ഇരുമ്പ്, നമ്മൾ പച്ച ഇരുമ്പ് തന്നെയാണ്. പക്ഷേ ആ പച്ച ഇരുമ്പ് അഗ്നി സംബന്ധമായാൽ, അതായത് തീ കൊണ്ട് അതിനെ ബന്ധിപ്പിച്ചാൽ നന്നായി പഴുത്ത് ചൂടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സാധാരണ തീ എന്നാ പറയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നനച്ച പച്ച ഇരുമ്പാണ്. എന്ന പോലെ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് തന്നെ അവൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയി ഒടുക്കം അവൻ ചിലപ്പോൾ അവനെ തന്നെ മറന്നു പോകുന്ന, അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാകുന്ന ഒരു ഫനാഇൻ്റെ ഒരു തലത്തിലെത്തും. ശരിക്കും നമുക്ക് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ അതൊരു തരം എക്സ്റ്റസിക്കൽ മൊമെൻ്റാണ്, ഒരു എക്സ്റ്റസിക്കൽ മൊമെൻ്റാണ്, വല്ലാത്തൊരു ആനന്ദത്തിൻ്റെ ഒരു സമയമാണ്. അപ്പം ആ മനുഷ്യരിൽ നിന്ന് ചിലപ്പോൾ ഹിക്കായത്തുകൾ വരും. അനല്ലാ മഅലമശൈനി സുബ്ഹാനി, പല മഹാന്മാരും പറഞ്ഞതാണ് അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഈ പറയപ്പെടുന്ന അദ്വൈത വേദാന്തത്തിൻ്റെ സിദ്ധാന്തപരമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമല്ല എന്ന് അതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി പറയുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു. അതേ വിഷയവുമായി ഏറ്റവും നന്നായി പറഞ്ഞ മഹാന്മാർ, ഒന്ന് മഹാനായ മുഹിയുദ്ദീൻ ഇബ്നു അറബിയാണ്. ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ കിതാബുകൾ വേണ്ട പോലെ മനസ്സിലാകാത്തോ നോക്കരുതെന്ന് പറഞ്ഞുകൊടുത്താണ്. പക്ഷേ എന്നാലും അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൗ സഹ അൻ യർഖൽ ഇൻസാനു അൻ ഇൻസാനിയത്തിഹി വൽ മലക്കു അൻ മലക്കിയത്തിഹി വയത്തഹിദ ബിഖാലിഖിഹി തആല ലസഹ ഇൻഖിലാബുൽ ഹഖായിഖി വഖറജൽ ഇലാഹു അൻ കൗനിഹി ഇലാഹൻ വസാറൽ ഹഖു ഖൽഖൻ വൽ ഖൽഖു ഹഖൻ. ഇതൊരു അപകടകരമായ ഒരു ചിന്ത എന്ന നിലക്കാണ് മഹാനായ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് ലൗ സഹ യർഖൽ ഇൻസാനു അൻ ഇൻസാനിയത്തി, മനുഷ്യൻ്റെ മനുഷ്യത്വം ഇല്ലാതായി അവൻ പടച്ചോനാകാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർന്നാൽ, വൽ മലക്കു അൻ മലക്കിയത്തി, മലക്ക് അവൻ്റെ മലക്കിയത്തിൽ നിന്ന് ഉയർന്നാൽ, വയത്തഹിദ ബി ഖാലിഖിഹി തആല, എന്നിട്ട് ഖാലിഖാകുന്ന പടച്ചവനുമായി താദാത്മ്യപ്പെട്ടാൽ, അങ്ങനെ ചേർന്നു പോയാൽ, ലസഹ ഇൻഖിലാബുൽ ഹഖായിഖി, ഈ ഹക്കായിക്കുകളൊക്കെ തന്നെ നേരെ തകിടം മറിയുന്നൊരവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് ഇലാഹല്ലാതാവുകയും ഖാലിഖ് ഖൽക്കാവുകയും ഖൽക്ക് ഖാലിക്കാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് വല്ലാത്ത വിശ്വാസപരമായ വലിയൊരു പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ആദർശപരമായി ഇസ്ലാം ഉന്നയിക്കുന്ന അള്ളാഹു എന്ന ഖാലിഖിനെ മഖ്ലൂഖാകുന്ന മനുഷ്യരുൾപ്പെടെയുള്ളവർ എങ്ങനെ കാണണമെന്ന് പറയുന്ന ബോധ്യത്തെ ഇല്ലാതാക്കുന്ന ഹഖായിക്കുകളുടെ തകിടം മറിച്ചിൽ അവിടെ സംഭവിക്കുന്നു. അത് തെറ്റായ ഒരു വിശ്വാസക്രമമാണെന്ന് തസൗഫിൻ്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അഗ്രഗണ്യനായ മഹാനായ ഇബ്നു അറബി റഹ്മഹുല്ലാഹ് തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിഷയം ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു കാരണവശാലും ഒരു തരത്തിലും, ഇപ്പോൾ ആ വിഷയ സംബന്ധമായി ഏതാണ്ട് ഒരു 7 കൊല്ലക്കാലം ഈ വേദാന്തം തന്നെ പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാൻ പറ്റും, വേദാന്തവുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസനും ഇസ്ലാമുമായി നടത്താൻ കഴിയില്ല. മഹാന്മാരായ സൂഫി വര്യന്മാരുടെ വാക്കുകളെ ആ രീതിയിൽ തന്നെ കാണണം, അവർ പറഞ്ഞതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കണം. നമുക്കറിയില്ലെങ്കിൽ മാറ്റി അതിനെ അറിയുന്ന ആളുകളിലേക്ക് കൊടുക്കണം. അതുതന്നെയാണ് വേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ കാണാം. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ സൂഫികൾ, പുതിയ സൂഫി വന്നിട്ടുണ്ട്. പുതിയ സൂഫി പറഞ്ഞത് പിന്നെ ദൈവം സ്നേഹമാണ്, മതം വേണ്ട. ഈ തസൗഫ് എന്ന് പറഞ്ഞാൽ തന്നെ വേണ്ടത് എന്താണെന്നറിയോ? തസൗഫിനെ ഇൽമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ബന്ധമുണ്ട്. ഏതെങ്കിലും പൊട്ടനാവാൻ പറ്റിയതല്ല തസൗഫും മുത്തസൗവിഫും വലിയും ഷെയ്ഖും ഒന്നും. ഇപ്പോൾ ഒന്ന് ആരെങ്കിലും വലിയൊരു പച്ചശാലിട്ട പിന്നെ വലിയ ഷെയ്ഖാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്ദഖ. ശരിക്കും മനസ്സിലാക്കണം, ഒരാൾക്ക് തസൗഫ് ഉണ്ടെന്ന് അയാൾ മേനി നടിച്ചു. വലം യതഫഖഹ്, ഹറാമ് ഹലാലുകൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമോ പഠനമോ അയാൾ നടത്തിയിട്ടേ ഇല്ല, ഫിഖ് ഇല്ല. എന്ന ഫഖദ് തസന്ദഖ, നിരീശ്വരവാദിയാണ്. അതെന്നെയാണ് സംഭവിച്ചത്, നിരീശ്വരവാദിയാണ്.
അതുതന്നെയാണ് ഇപ്പോൾ ഈ പുതിയ കാലത്തെ ചില പുതിയ സൂഫി താളങ്ങളിൽ നമ്മൾ കാണുന്നത്. ആർക്കൊക്കെ വേണ്ടി സൂഫിയാവാൻ, ചെറുശ്ശേരി ഉസ്താദിൻ്റെ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നബറല്ലാഹു മറാഖിദഹും, അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ ധവളിമയിലേക്കും അതിൻ്റെ പ്രകാശത്തിലേക്കും പോയാൽ നൂറാണ്ടുകാലത്ത് നടന്നുപോയ മഹാരഥന്മാരുടെ ജീവിതത്തെ എല്ലാം എടുത്താൽ ഇത് രണ്ടും ചേർന്ന് വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ, വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഇത് രണ്ടും കൂടി ചേർന്നാൽ അയാൾക്ക് തഹ്ഖീഖ്, അയാൾ യഥാർത്ഥ ഹഖീഖത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ കഴിയുന്ന വിധത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സ്വഭാവം അതാണ്. കാരണം ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് തന്നെ മുത്തഖീങ്ങളല്ലാത്ത മറ്റാരുമല്ല. മുത്തഖിയായ ആളെ അള്ളാഹുവിൻ്റെ വലിയാകും. കറാമത്ത് എന്നൊക്കെ പറയുന്ന ചിലതൊക്കെ എല്ലാവരും കാണിച്ചേക്കാം. കറാമത്ത് എന്ന് പറയുന്ന ചിലതൊക്കെ ചിലർ കാണിച്ചേക്കാം. കാരണം ഈ അത്ഭുതം കാണിക്കുക എന്നുള്ള പണി വലിയൻ്റെ ലക്ഷണമാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കാണ്. പക്ഷെ അങ്ങനെയല്ല. മഹാന്മാരായ ഔലിയാക്കൾ ചിലപ്പോൾ കറാമത്തുകളെ വർഷങ്ങളെടുത്ത് പലതും പറഞ്ഞു പോയി. ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ആലുവയിലുള്ള ഒരു ത്വരീഖത്തുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം കറാമത്തല്ല. അതായത് കറാമത്ത് ഞാനിവിടെ ഒരു ഹൈഫനിട്ട് പറയാട്ടോ. കറാമത്ത് എന്ന് പറയണല്ല അത്ഭുതം ചെയ്തു എന്നതല്ല, മറിച്ച് സൂക്ഷ്മമായ ജീവിതത്തിലൂടെ പടച്ച റബ്ബിനെ പേടിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ രീതിയിലുള്ള ഒരു ജീവിതം മഹാന്മാരായ ആളുകൾ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അയാൾ അള്ളാഹുവിലേക്ക് ഉയരുകയും പടച്ച റബ്ബ് അവൻ്റെ കയ്യും കാലും കണ്ണും കാതുമൊക്കെയായി മാറുന്ന സമയം വരുമ്പോൾ സമയത്തെയും കാലത്തെയും ദേശത്തെയും അവന് ജയിക്കാനാകും. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സദസ്സിനോട് പറഞ്ഞതുപോലെ യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ ഖാല ഇഫ്രീത്തും മിനൽ ജിൻ അന ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലഖബിയ്യുൻ അമീൻ വഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതിക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സ് പലസ്തീനിലാണ്. 2000 കിലോമീറ്ററുകൾക്ക് അകലെയാണ് അങ്ങ് യമനിലെ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനമുള്ളത്. അവർ മുസ്ലിങ്ങളായി ഇവിടെ എത്തുന്നതിന് മുമ്പ് ബൽഖീസിൻ്റെ കൊട്ടാരം ഇവിടെ കൊണ്ടുവരണം. അതായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊടുത്ത ഒരു വലിയ അസൈൻമെൻറ്റ്. ആ അസൈൻമെൻറ്റിന് ആദ്യം ഒപ്പിട്ട ആൾ ഇഫ്രീത്താണ്. ഇഫ്രീത്ത് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ നിങ്ങളുടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. വ ഇന്നി അലൈഹി ലഖബിയ്യുൻ അമീൻ, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാണ്, ഞാൻ അതിന് ശക്തനും പ്രാപ്തനുമാണ്, ഞാൻ വിശ്വസ്തനാണ്. വഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, അതാണ് വലിയ. വഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, അള്ളാഹുവിൽ വേദജ്ഞാനമുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനായ വലിയ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അനാതീഖ്, ഞാൻ കൊണ്ടുവരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങയുടെ കണ്ണ് ചിമ്മിയത് തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് നടക്കും. ആർക്കു നടക്കും? കാലത്തെയും ദേശത്തെയും ജയിക്കാൻ പറ്റിയ വലിയന്, അള്ളാഹുവിൻ്റെ അടിമക്ക് നടക്കും. ആ അടിമ ഉയർന്നുയർന്നു പോകാം എന്നതല്ലാതെ ഈ പറയുന്ന വിധത്തിലുള്ള ഒന്നും, അതായത് തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ ത്വരീഖത്ത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.